തന്നത്. 22 അധ്യായങ്ങൾ, 395 അനുച്ഛേദങ്ങൾ. അതിന്റെ ആമുഖമാണ് പരമാധികാരം, സ്ത്രീസമത്വം, മതേതരത്വം, ജനാധിപത്യം, നീതി. ഭാരതത്തിന്റെ ഭരണഘടന ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടന നിയമനിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഭരണഘടനാ ദിനമായി നമ്മളെല്ലാവരും ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഒക്കെ നിദാനമായി നിൽക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഭരണഘടനയെ ഐക്യത്തോടുകൂടി തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും അങ്ങേയറ്റം പ്രതിജ്ഞാബദ്ധരായി മുന്നോട്ട് പോകേണ്ട ഒരു സന്ദർഭമാണ് എന്ന് മാത്രം ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭരണഘടനാ ദിനാശംസകൾ നേർന്ന് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ചെയ്തു തന്ന ശ്രീ മനോഹരൻ സാർ, അതുപോലെ തന്നെ സെക്രട്ടറി ഡോക്ടർ കൃഷ്ണകുമാർ, മറ്റ് ആളുകളൊക്കെ ഇതിന്റെ നിയമ